ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. എയ്ഡ്സ് എന്ന മാറാ രോഗത്തെ പറ്റി അറിവില്ലാത്തവരായിട്ട് ആരും തന്നെ കാണുന്നില്ല. ആ രോഗം എങ്ങനെ പകരുമെന്നും എങ്ങനെ പകരില്ല എന്നും നമുക്ക് പല രീതിയിലും പലരും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ പുതിയൊരു കണ്ടുപിടുത്തം അമേരിക്കയിലെ ഒരു ഓർഗനൈസേഷൻ, ഡോക്ടർമാരുടെ ഒരു ഓർഗനൈസേഷനാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് മെക്സിക്കോയിൽ നിന്നും അവർ കണ്ടെത്തിയ ഒരു പഴം, അതായത് നമ്മുടെ റോബസ്റ്റ പഴം പോലത്തെ ആ പഴവും അതുപോലെ തന്നെ ഓറഞ്ചിലും എയ്ഡ്സിന്റെ വൈറസിനെ കണ്ടെത്തിയിട്ട് അവർ പറയുന്നു. അത് വൈറസ് വന്നത് അവർ പറയുന്നത് ബ്ലഡ്, ഈ എയ്ഡ്സ് രോഗമുള്ള ആൾക്കാരുടെ ബ്ലഡ് ഈ വരുന്ന പഴങ്ങളിൽ കുത്തിവെച്ചിട്ടാണ് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നതാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും ഈ പഴം, അതായത് ഗോട്ടിമാലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ പഴവർഗ്ഗങ്ങൾ, ഈ പഴവും അതുപോലെ തന്നെ ഈ ഓറഞ്ചും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അവർ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക, ബ്രസീല്, കാനഡ, അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് കൺട്രീസ്, ഇന്ന് വേണ്ട ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവരെ ഈ പഴവർഗ്ഗങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു കണക്കനുസരിച്ച് ഏകദേശം 2 മില്യണിലോളം പഴവർഗ്ഗങ്ങളിലെ ഇൻഫെക്റ്റഡ് ലോകത്തിന്റെ പല ഭാഗങ്ങളും കഴിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണോ, ഇവരുടെ ഉദ്ദേശം എന്താണോ അവർ വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. കാരണം ഈ ഡോക്ടർമാർക്ക് അത് കണ്ടെത്താനായിട്ടില്ല എന്നാണ് അവരുടെ ഒരു വാർത്താക്കുറിപ്പിൽ അവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി അവർ വ്യക്തമായിട്ട് പറയുന്നു, ഇന്നേ വരെയുള്ള എയ്ഡ്സ് വാഹകരുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെയധികം എയ്ഡ്സ് രോഗികൾ കൂടി. അതിന്റെ ഒരു കാരണം ഇതാവാം എന്ന് കൂടി അവർ പറയുന്നു. അമേരിക്കയിൽ നിന്നുള്ള ഈ വാർത്തയെ പല തരത്തിലും ആളുകൾ അനുകൂലിച്ചും അല്ലെങ്കിൽ പ്രതികൂലിച്ചും പറയുന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എങ്ങാനും ഒരു ഇൻഫെക്റ്റഡ് ആയ ഒരു പഴമോ അല്ലെങ്കിൽ ഓറഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ സംശയാസ്പദമായ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും കളയുക, മറ്റൊരെണ്ണം മേടിച്ച് കഴിക്കുക. അല്ലാതെ ഒരു കാരണവശാലും റിസ്ക് എടുത്ത് അത് തിന്നാതിരിക്കുക. കാരണം ഒരു പഴം പോയാൽ മറ്റൊരെണ്ണം മേടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. ജീവിതം ഒന്നേ ഉള്ളൂ, ഓർമ്മയുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലെങ്കിൽ. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.